വല്ലാതെ ഭാരം ഉണ്ടായിരുന്നു. വെച്ചാൽ ആദ്യത്തെ കുഞ്ഞ് ഞങ്ങൾ കുടുംബത്തിൽ പലയിടത്തും ഒറ്റപ്പെട്ട് വന്നപ്പോൾ അവൻ്റെ അച്ഛൻ്റെ പപ്പയുടെ ഫാമിലി എന്ന് പറയുന്നത് അവർ ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് മെച്ചപ്പെട്ട ഒരു കുടുംബമാണ്. അപ്പോൾ അവരുടെ തലമുറകളുടേതായ കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് നടത്തുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെതും അതുപോലെ നടത്തണമെന്ന് വല്ലാത്ത ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ കടന്നു വന്നത്. വല്ലാതെ ഭാരപ്പെട്ടു. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവർ കീമോ സ്റ്റാർട്ട് ചെയ്തു. 3 ദിവസത്തെ 4 കീമാണ് അവരെന്നോട് പറഞ്ഞത്. 4 കീമോ പറഞ്ഞു. അപ്പോൾ എൻ്റെ ബോൺമാരുടെ റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഉടനെ എനിക്ക് ഒരു കീമോ സ്റ്റാർട്ട് ചെയ്തു. കീമോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 3 ദിവസമായി. അപ്പം ഹൈ ഡോസ് മരുന്നാണ്, എന്ത് സംഭവിക്കാമെന്ന് അവർ പറഞ്ഞു. ഞങ്ങളെക്കൊണ്ട് എഴുതി വാങ്ങിച്ചു. അത്തരത്തിലുള്ള മെഡിസിനാണ് എടുക്കുന്നത് എന്ന് പറയാനിടയായി. 3 ദിവസത്തെ കീമോ എടുത്തു. 4ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. 106 ഡിഗ്രി പനിയായി, 29 BP ആയി, അൺകോഷ്യസ് ആവുന്നു. എനിക്ക് ഓർമ്മയില്ലാതെ എനിക്കറിയാം. ഞാൻ വിറയ്ക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു പനി ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്തൊരു രീതിയിൽ എൻ്റെ ശരീരം മാറാനിടയായി. ഞാൻ പനിച്ച് തുള്ളുന്നൊരവസ്ഥയിലൂടെ എൻ്റെ ശരീരം മാറാനിടയായി. അപ്പോൾ ഡോക്ടർമാരെല്ലാം എനിക്കൊപ്പം മിഡിൽ നിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു സഹോദരി ആണ് എനിക്കൊപ്പം ഉള്ളത്, ബാക്കി എല്ലാവരും പുറത്താണ്. അപ്പോൾ ഡോക്ടർ പറയുന്നു നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല, അത് അറിയിക്കാനുള്ളവരൊക്കെ അറിയിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. എൻ്റെ ശരീരത്തിൽ എന്തോ ഒരു ഭാരം വിട്ട് മാറുന്നത് പോലെ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ശരീരം മാറാനിടയായി. ഞാൻ വല്ലാതെ ഭാരപ്പെട്ടു. എൻ്റെ പിഞ്ചു കുഞ്ഞിനെ പോലും കാണാൻ പറ്റില്ല, അതൊരു വല്ലാതെ ഭാരം. എൻ്റെ അമ്മ, എൻ്റെ ഹസ്ബൻഡ് വല്ലാത്തൊരു ഭാരത്താക്കി ബുദ്ധിമുട്ടില്ല. ഞാൻ അവിടെ ആയിരുന്നു. ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതി. ആ ഒരു അവസാന നിമിഷത്തിലാണ് എനിക്ക് ഓർമ്മ മറയുന്നത്. എൻ്റെ ആ ഒരു അവസാന നിമിഷത്തിലാണ്. ജീവിതത്തിന് ആരും എൻ്റെ മനസ്സിൽ പറയുന്നത് പോലെ തോന്നി എനിക്ക് സാക്ഷി പറയണം, ദൈവവേല ചെയ്യണം എന്ന് എനിക്ക് തോന്നി. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു. പക്ഷെ അരമണിക്കൂറിനകത്ത് എനിക്ക് ഓർമ്മ വീണ്ടും വന്നു. അപ്പോൾ ഡോക്ടർ ചേച്ചി എന്നോട് പറഞ്ഞു, ഡോക്ടർ നീ പോയെന്നാണ് പറഞ്ഞത്, എല്ലാവരെയും അറിയിക്കാനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യട്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് നിനക്ക് ഓർമ്മ വീണ്ടും വന്നത്. അങ്ങനെ മരണത്തിന്റെ അവസ്ഥയിൽ ദൈവം എന്നെ വീണ്ടും ജീവിപ്പിച്ചു. പണ്ട് ബൈബിളിലൊക്കെ പലയിടത്തും ദൈവം വിടുവിച്ചു, ദൈവം മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് കേട്ട് കേൾവി മാത്രം ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിപ്പാൻ ദൈവം എന്നെ ഇടയാക്കി. മരിച്ചവരെയും ദൈവം ഉയർപ്പിക്കാനുള്ള ദൈവത്തിന്റെ കരം എന്നും കുറുകിയിട്ടില്ല.